എടാ ഇതൊരു കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണ്. ഒന്ന് പാളിയപ്പെടും. പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പോലീസായിരിക്കുകയല്ല, നാട്ടുകാരായിരിക്കും അധികം ഒന്ന് കൈവിടും. നാട്ടുകാർ പോകാൻ പറ. ഇതിലും കൊമ്പത്തെ സാധനങ്ങൾ ഞാൻ അടിച്ചു മാറ്റിയേക്കുന്നു. പിന്നെ ചെറിയൊരു അമ്പലത്തിലൊരു മാല. എടാ ഇതൊരു സാധാ മാലയല്ല, ഇതിൻ്റെ പുറകെ വലിയൊരു ചരിത്രം തന്നെയാണ്. അത് കേട്ടാൽ ചരിത്രവും കഥയൊക്കെ അവിടെ നിൽക്കട്ടെ. നീ പറഞ്ഞ വില ഈ മാലയ്ക്ക് കിട്ടുവാണെങ്കിൽ അത് ഞാൻ തൂക്കും. ഇതാണ് ആ മാലയുടെ ഫോട്ടോ. രാത്രി അമ്പലം അടച്ചാൽ രാവിലെ 5 ആകുമ്പോഴേ അമ്പലം തുറക്കുള്ളൂ. അതിന് പിന്നെ പരിപാടി കഴിയണം. പിന്നെ നിനക്കൊരു സഹായത്തിന് ഞാൻ ഒരുത്തനെ കൂടെ വിട്ടാക്കാം. മനു എനിക്ക് മനു മനു എനിക്ക് മനു 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 നമ്മളിതെവിടാ? നമ്മളിവിടെ അടുത്തൊരു കാട്ടിനകത്ത്. മാല എവിടെ? അത് ഞാൻ ഇവിടെ ഒരു കാട്ടിനകത്തൊരു മരത്തിന്റെ ഒട്ടി കുഴിച്ചിട്ടുണ്ട്. നീ എന്ത് മണ്ടനാടാ? ഇവിടെ മുഴുവൻ മരവാ. എവിടെ പോയി കണ്ടുപിടിക്കാനാ? അതോർത്ത് പേടിക്കണ്ട, ഇവിടെ ഉള്ളത് വെച്ച് ഏറ്റവും വലിയ മരവാ. പിന്നെ അതിൻ്റെ ചോട്ടി എന്തൊരു കല്ലോ വിഗ്രഹോ അങ്ങനെ എന്തോ ഒരു സാധനമുണ്ട്. പിന്നെ നാട്ടുകാർ മൊത്തം ഇളകിയിരിക്കുക. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇത് എടുത്തുകൊണ്ട് പോകുന്നതാണ് ബുദ്ധി. അധികം താമസിപ്പിച്ചാൽ അത് പ്രശ്നമാവും. ശരിയാ, പെട്ടെന്ന് പോകണം. ഞാൻ അരുണിനെ ഒന്ന് വിളിക്കട്ടെ. റേഞ്ചും കിട്ടുന്നില്ല. നിന്റെ ഫോണിങ് എടുത്തേ. ഇന്നലത്തെ ഓട്ടത്തിനിടയ്ക്ക് പോയതാന്നേ, പിന്നെ അത് കിട്ടിയൊന്നുമില്ല. അത് നീ വിടെ, നമുക്കിപ്പോൾ പോയി സാധനം എടുക്കാം. അത് കഴിഞ്ഞിട്ട് അവനെ വിളിച്ചാൽ പോരെ, അതാ സേഫ്. അങ്ങനെ ചെയ്യാം. ഇതേതാ സ്ഥലം? ഇന്നലെ ഇതിലൊന്നും നന്നായിട്ട് ഞാൻ ഓർക്കുന്നില്ലല്ലോ. ഇത് അകവൂർക്കാട്. നമ്മൾ ഇന്നലെ ആ മാല എടുത്തുകൊണ്ട് ഓടിക്കയറിയത് ഇങ്ങോട്ടേക്ക്. ഇതാ മരം. എന്താണ് ഇത്? എനിക്കറിയില്ല. ഇതാണോ നീ മാലയ്ക്ക് വരെ ഇവിടെ ഉണ്ടാക്കിയേ? ഞാൻ നിന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ ഇവിടെ തന്നെ കുഴിച്ചിട്ട്. എടാ ഒരു രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട് നാട്ടുകാരുടെ കണ്ണും പിടിച്ചുണ്ടാക്കിയത് വല്ലവരും. എടാ നീ ഒരുമാതിരി വർത്താനം പറയരുത്. എനിക്ക് വേണേ ഇന്നലെ എടുത്തോണ്ട് പോകായിരുന്നു. നമ്മൾ രണ്ടും കൂടെ അല്ലേ പോയി കട്ടത്. ഈ മാല എവിടെയാന്ന് നിനക്കല്ലാതെ ആർക്കും അറിയില്ല. നീ അറിയാതെ ഒരുത്തിനും എടുക്കാനും പോകുന്നില്ല. നീ പറ അതെവിടാന്ന്. എടാ നീ ഒരുപാട് കളിക്കരുത്. ഇത് കളിയല്ല, എൻ്റെ അവസാനത്തെ കച്ചിത്തുരുമ്പാണ്. നിന്നെപ്പോലത്തെ കുറേ എണ്ണത്തിനെ കണ്ടിട്ടുമുണ്ട്, ഒതുക്കിയിട്ടുമുണ്ട്. അങ്ങനെ തന്നെയാണ് ഞാൻ ഇവിടം വരെ എത്തിയത്.
നീ പറ, മാല എവിടെയാണ്? എനിക്കിനി ഒന്നും നോക്കാനില്ല. ഇത് നീയും അവനോട് കളിക്കുന്ന കളിയാണെങ്കിൽ രണ്ടിനെയും ഞാൻ തീർക്കും. എന്നാ നീ ഒന്ന് തീർത്തേ. ഒരു മിനിറ്റ്. എടാ നീ ഇത് എവിടാ? അതൊക്കെ പറയാം, വേറെ പ്രശ്നമുണ്ട്. കാര്യം പറ. എടാ മാല കാണുന്നില്ല. എടാ നീ എന്നാ പറയുന്നേ? എടാ നീ അയച്ച അവനെങ്ങാണ്ട് കൊണ്ട് മാല കുഴിച്ചിട്ടു. എത്ര ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞില്ല. പിന്നെ ഞാൻ വെടിവെച്ചു. അവൻ തീർന്നു. എടാ നീ അത് ആരുടെ കാര്യം പറയുന്നത്? ആരെ അയച്ചെന്ന്? എങ്ങോട്ട് അയച്ചെന്ന്? എടാ എനിക്ക് വേറൊരുത്തനെ പരിചയമുണ്ട്, അവനെ പണിയേപ്പിച്ചാ പോരെ. നിന്നെ ഇത്ര ദൂരത്ത് നിന്ന് വിളിച്ചോണ്ട് വരേണ്ട കാര്യമുണ്ടോ? എടാ ആ ബോഡി കാണുന്നില്ല. മനു ചുമ്മാ അതും ഇതും വലിച്ചു കെട്ടിട്ട് പിച്ചും പേയും പറയല്ലേ. എടാ അല്ലടാ, അവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ ഈ കൈ കൊണ്ടാണ് ഞാൻ അവനെ കൊന്നത്. എടാ നീ എന്നതാടാ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ ഇപ്പൊ എവിടെയാ? ഞാൻ അങ്ങോട്ട് വരാം. എടാ ഇവിടെയുള്ള ഏതോ ഒരു കാട്ടില് അവൻ എന്തോ ഒരു പേര് പറയുന്നുണ്ടായിരുന്നു. അകവൂർ. മനു, നിനക്ക് ഉറപ്പാണോ? അതെടാ എനിക്ക് ഉറപ്പാ. എടാ നീ പറയുന്ന ഈ സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അല്ല, ഒരു 100-100 വർഷം മുന്നേ. ഈ നാട്ടിൽ ഇപ്പൊ ഇങ്ങനെ ഒരു കാടും ഇല്ല, ഇങ്ങനൊരു സ്ഥലവും ഇല്ല. നീ ഇന്നീ പറഞ്ഞു വരുന്നേ? എടാ നീ നിൽക്കുന്ന ആ കാടുണ്ടല്ലോ, അവിടെ പണ്ട് കുറേ ആദിവാസികൾ താമസിച്ചതായിരുന്നു. ആ കാട്ടിലെ ആദിവാസികൾ ആരാധിച്ചിരുന്ന ഒരു ശക്തി ഉണ്ടായിരുന്നു അവിടെ. ആ ശക്തിക്ക് ആദിവാസികൾ ഒരു വിഗ്രഹം ഉണ്ടാക്കി അമൂല്യമായ രത്നങ്ങൾ കൊണ്ടൊരു മാല സമ്മാനിച്ചു. പക്ഷേ ഇതെങ്ങനെയോ രാജാവ് രത്നങ്ങൾ ഏറെ പ്രിയപ്പെട്ട ആ രാജാവ് ആ ആദിവാസികളെ മുഴുവനും കൊന്ന ആ മാല കവർന്നു. പക്ഷേ ആ മാല കവർന്ന രാജാവിന് കാടിന് പുറത്തു പോകാൻ സാധിച്ചില്ല. അതിൻ്റെ ഉള്ളിൽപ്പെട്ട് രാജാവ് നരകിച്ച് മരിച്ചു. പിന്നീട് അത് കഴിഞ്ഞ് ആ കാടും വിഗ്രഹവും എങ്ങനെയോ നശിച്ചു. അതിനുശേഷം ആ നാട് മുഴുവനും കഷ്ടപ്പാടിലായിരുന്നു. പിന്നീട് അന്നത്തെ രാജാവിൻ്റെ മകനായ ദത്തൻ തമ്പുരാൻ ഒരു വിഗ്രഹം ഉണ്ടാക്കി ഒരു ക്ഷേത്രം പണിത് അതേ മാല ചാർത്തി അവിടെ കുടിയിരുത്തി. എടാ ഇതൊക്കെ വെറും കെട്ടതകളാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നില്ല. ഇതിലെന്തൊക്കെയോ സത്യമുണ്ട്. പണ്ടാരോ പറഞ്ഞു പഠിപ്പിച്ച കഥയായിട്ട് നീ എൻ്റെ അടുത്ത് വരരുത്. ഇത് നീയും അവനോട് കളിക്കുന്ന കളിയാണെന്ന് എനിക്കറിയാം. എടാ എന്നിട്ട് അവൻ എവിടെ? നീ കൊന്നെന്ന് പറയുന്നവൻ. എടാ നീ ഇത്രയും നേരം നോക്കിയില്ലേ? എന്നിട്ട് നീ വന്ന വഴിയെങ്കിലും നീ കണ്ടോ? ശരിക്കും അവൻ അപ്പം ആരാ? അന്ന് വഴിയറിയാത്ത രാജാവിന് വഴികാട്ടിയായി കൂടെ കൂടിയതൊരു കള്ളനായിരുന്നു. പക്ഷേ രാജാവിന് പയ്യാണ് മനസ്സിലായത് കൂടെ കൂടിയതൊരു കള്ളനായിരുന്നില്ല. ഇവിടെ ഇപ്പം എന്താ ഉള്ളത്? ആരാ അവൻ? ചാത്തൻ. ഹലോ 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 എടാ ഹലോ പക്ഷേ ആ മാല കവർന്ന രാജാവിന് കാടിന് പുറത്തു പോകാൻ സാധിച്ചില്ല. എടാ നീ ഇത്രയും നേരം നോക്കിയില്ലേ? എന്നിട്ട് നീ വന്ന വഴിയെങ്കിലും കണ്ടോ?